ചില നേരത്ത് നമ്മുടെ ഈ റേഡിയോൻ്റെ ക്ലിപ്സൊക്കെ എടുത്ത ആളുകൾ ഈ കണ്ണീർ പൂവിൻ്റെ കവിളത്തോടെ ഈ BGM ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ആക്കി ഇടും. അത് കാണുമ്പോൾ ഞാൻ തന്നെ വെറുത്ത് പറഞ്ഞു, ഓ മൈ ഗോഡ്. കാരണം ഒരു റേഡിയോ ജോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ അപ്പുറത്ത് ഇരിക്കുന്ന ആളാണ് റേഡിയോ ജോക്കി. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കിനി അടുത്ത വളവിലേക്ക് ഇത് തിരിച്ചാലോ എന്നൊരിക്കലും ഞങ്ങൾ പറയില്ല. അങ്ങനെയും ഒരു ശൈലിയുണ്ട് റേഡിയോ, പല ശൈലികൾ. എനിക്കുള്ള ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള എല്ലാവരും തന്നെ വളരെ ഓർഗാനിക് ശൈലിയുള്ളവരാണ്. ഞാൻ റേഡിയോയോട് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ സംസാരിക്കണമെന്നാണ്. ഇന്നൊരു തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് വലതുവശത്തേക്ക് വളയ്ക്കാം. നിങ്ങളുടെ കൂട്ടുകാരൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങനെ പറയും, നമുക്കിത് ഇടത്തോട്ട് പോയാലോ എന്ന് പറയുമോ, അതോ ഇടത്തോട്ടിരിക്കണ? അങ്ങനെ നിങ്ങളുടെ ഇടതുവശത്തിരിക്കുന്ന ഒരാളാണ് RJ എന്നാണ് എൻ്റെ വിശ്വാസം. ഷോയിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഥ പറച്ചിൽ മാത്രമാണ്. ഒരു കാര്യം പറയാൻ നിർത്താം, റേഡിയോയിൽ ഞങ്ങളോട് കൃത്യം പറഞ്ഞിട്ടുള്ളത് സമയത്ത് നിർത്തുക എന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ കർമ്മയോഗ എന്ന ബുക്കിലൊരു കാര്യം പറയുന്നുണ്ട്, ഒരാളെ പൈസ കൊടുത്ത് സഹായിക്കുന്ന വലിയ കാര്യമാണ്, ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വലിയ കാര്യമാണ്. പക്ഷെ തകർന്നു കിടക്കുന്ന ഒരാളെ വാക്കുകളാൽ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കുക അതിലും വലിയ കാര്യമാണ്. ഒരു റേഡിയോ ജോക്കി എന്നതിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ സങ്കടം പേര് എവിടെയൊക്കെയോ നിങ്ങളിങ്ങനെ അറിയാതെ പോലും റേഡിയോ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല, തകർന്നിരിക്കുകയാണ്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എവിടെ നിന്നോ ആരോ പറയുന്നു വേക്കപ്പ് വേക്കപ്പ്. ആ വേക്കപ്പ് ജോലി മാത്രമാണ് റേഡിയോ ജോക്കി ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.